ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും SIT കസ്റ്റഡിയിൽ. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. ഈ മാസം 10 വരെയാണ് കസ്റ്റഡി കാലാവധി. കട്ടളപ്പാളി സ്വർണ്ണ കവർച്ച കേസിൽ പോറ്റിയെന്ന അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, രണ്ടാമത്തെ നിർണായക അറസ്റ്റെന്ന് പറയേണ്ടി വരും. ഈ പോറ്റി കുടിച്ച കുഴിയിൽ ഇനി ആരൊക്കെയാണ് വീഴാനിരിക്കുന്നത്? മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി എത്ര ദിവസത്തേക്കാണ് ഗോകുൽ? അശ്വതി, ഈ മാസം 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വീണ്ടും SITയുടെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ സ്വർണ്ണപ്പള്ളി, അതായത് കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ പോറ്റിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 കേസുകളാണുള്ളത്. ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ച കേസ്, 2 ഈ കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസ്. 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയാണ്. ഇതിൽ ഈ ദ്വാരപാലക ശില്പത്തിലെ കേസിൽ മാത്രമായിരുന്നു ഇതുവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം പോറ്റി റിമാൻഡിലായിരുന്നു, ജയിലിലായിരുന്നു. ഇന്ന് രാവിലെയാണ് റാന്നി കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് ഈ 2-ാമത്തെ കേസായിട്ടുള്ള കട്ടളപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി അടച്ചിട്ട മുറിയിൽ പരിഗണിച്ചു. അതിനുശേഷമാണ് ഈ മാസം 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിടാനായിട്ട് കോടതി ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ഇതിനെ പ്രതിഭാഗം രൂക്ഷമായിട്ട് എതിർത്തിരുന്നു. അതായത് മറ്റേ കേസിൽ പരമാവധി ദിവസം കസ്റ്റഡിയിൽ കിടന്ന ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കേസിൽ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ വിട്ടു നൽകരുത് എന്നുള്ളൊരു ആവശ്യം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ട് കോടതിയിൽ ഉന്നയിച്ചെങ്കിലും കോടതി അത് ചെവിക്കൊണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. എന്തായാലും വീണ്ടും അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയാണ്. എന്തായാലും പോറ്റിയെ വിശദമായിട്ട് വീണ്ടും ഈ മറ്റേ കേസിൽ ഈ കട്ടളപ്പാളി കേസിൽ ചോദ്യം ചെയ്യൽ നടപടികളടക്കം ഉണ്ടാകും. ഈ 2019 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അത് ചെമ്പായി മാറി തുടങ്ങിയ ഗൂഢാലോചന നടന്നിരുന്നു. അതിനു മുൻപാണ് ഈ കട്ടളപ്പാളി അവിടെ നിന്നും കൊണ്ടുപോയി അതിലെ സ്വർണം കവർച്ച ചെയ്യുന്ന സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കേസിനും അത്രത്തോളം തന്നെ ഗൗരവമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും ആ രീതിയിൽ തന്നെ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് നടപടികളൊക്കെ പുരോഗമിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ മുരാരി ഭാഗത്തു നിന്നും ജാമ്യത്തിനുള്ള എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടോ? നിലവിൽ ഈ ഘട്ടത്തിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ കേസിൻ്റെ ഗൗരവം അത്രത്തോളം പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ജാമ്യത്തിനുള്ള നീക്കം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം തന്നെ മുരാരി ബാബു ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2-ാം പ്രതിയാണ് ദ്വാരപാലക ശില്പക്കേസിലെ മുരാരി ബാബു. ഇന്ന് കോടതിയിൽ ജാമ്യ ഹർജി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുധീഷ് കുമാറും ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാവുകയാണ്. ഇന്നൊരു പക്ഷേ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് വിടുന്നതിനടക്കമുള്ള സാഹചര്യം സുധീഷ് കുമാർ റിമാൻഡിലാണ്. ഇന്നിപ്പോൾ റിമാൻഡ് കാലാവധി അല്ലെങ്കിൽ ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡക്ഷൻ വാറന്റ് അന്വേഷണ സംഘം സമർപ്പിക്കുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പ്രതികളിലേക്ക് അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുണ്ട്. അവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുടെ ഒരു റിപ്പോർട്ട് ഈ ബുധനാഴ്ച, അതായത് മറ്റന്നാൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഓരോ 10 ദിവസം കൂടുമ്പോഴും അന്വേഷണ പുരോഗതി കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് ഉണ്ട് അന്വേഷണ സംഘത്തിന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ 6 ആഴ്ച കാലമാണ് ഈ കേസ് അന്വേഷണത്തിന് മുഴുവനായിട്ട് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കുന്നത്. അതിൽ ആ ദിവസങ്ങൾ പൂർത്തിയാകാറായിട്ടുണ്ട്. പക്ഷേ അന്വേഷണം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് എന്നുള്ള നിലനിൽക്കെ കൂടുതൽ സമയം അന്വേഷണത്തിന് ചോദിച്ചേക്കാനും അന്വേഷണ സംഘം തീരുമാനിക്കുന്നുണ്ട്. ഒരു ഭാഗികമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ദിവസം അന്വേഷണത്തിനായി ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഹൈക്കോടതി അനുവദിച്ച 6 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാഹചര്യം കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഈ ഒരു 3 പ്രതികളിലേക്ക് മാത്രമാണ് അന്വേഷണ സംഘത്തിൽ എത്താൻ സാധിച്ചത്. ഒപ്പം എൻ വാസു അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തു എങ്കിൽ പോലും അതിൽ തുടർ നീക്കങ്ങളൊക്കെ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പത്മകുമാർ അടക്കമുള്ള മുൻ പ്രസിഡന്റുമാരൊക്കെ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും വാസുവിനെ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ബാക്കി ദേവസ്വം ബോർഡ് അധികൃതരടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ബാക്കി പ്രതികൾ കൂടിയുണ്ട്. 2 കേസുകളിലും 10 പ്രതികൾ വീതമാണ് FIR-ൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും SIT കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു.